ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഫ്രീക്കൻ പഴംപൊരി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണാവോ ഇങ്ങനെ പേരിട്ടിരിക്കുന്നതെന്ന്. നമ്മൾ സാധാരണ നാടൻ പഴംപൊരി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ നിന്ന് പഴംപൊരി ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒരു ഫ്രീക്കൻ പഴംപൊരി എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് മൈദമാവിന് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉരുക്കാനായിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഉരുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ 1.5 കപ്പ് മൈദമാവ് എടുത്തു. പിന്നെ ഞാനിവിടെ മൈദമാവ് മാത്രം ആഡ് ചെയ്യുന്നുള്ള, ഇതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഞാനിവിടെ മൈദമാവ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇതിൽ ഇവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പൊടിയിലേക്ക് വേണം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര അരിച്ചൊഴിക്കാനായിട്ട്. അത് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം, ചൂടാറാൻ നിൽക്കണമെന്നില്ല. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഴംപൊരിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് അരിച്ചിട്ട് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ പൊടി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കട്ടയില്ലാണ്ട് തരിയില്ലാണ്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല മാവാക്കി കലക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കുക, ഒട്ടും കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് കലക്കുമ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കട്ടി കൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് കലക്കുക. അധികം കട്ടില്ലാണ്ടും അധികം ലൂസ് ആവാണ്ടും നമ്മൾ ഇത് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ശർക്കര നീര് മാത്രം ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി വന്നു. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ എത്ര മൈദമാവാണ് എടുക്കുന്നത് അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് ശർക്കര നീരും വെള്ളം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ പഴംപൊരി അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഈ പഴത്തുമ്മൽ മാവ് പിടിക്കുകയും ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ പഴം ഇപ്പം ഞാൻ 3 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ചെറിയ പഴമൊക്കെ ആണെങ്കിൽ കൂടുതൽ എടുക്കാം, മീഡിയം സൈസ് 3 എടുക്കാം. അതേപോലെ വലിയ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മതിയാവും. എന്നിട്ട് നമ്മൾ പഴം ഒന്ന് 2ആക്കി മുറിച്ചിട്ട് ഓരോ ഭാഗവും 4 പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം, അധികം കനയില്ലാണ്ട്. അപ്പോൾ അധികം കനയില്ലാണ്ട് മുറിച്ചെടുത്താലാണ് ഇത് കഴിക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. 3 ആണെങ്കിൽ കുറച്ച് കനത്തിൽ കെടുക്കും, അതപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് പറ്റാവുന്നത്ര കനം കുറച്ചിട്ട് നമ്മൾ എടുക്കാം. പിന്നെ ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 4 സ്ലൈസാക്കിയിട്ട് മുറിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ സ്ലൈസാക്കി മുറിക്കാം. ഇതിപ്പോൾ അത്ര ഒരു മീഡിയം സൈസ് പഴമായതുകൊണ്ട് 4 സ്ലൈസാക്കി മുറിക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ കഷ്ണങ്ങളും ഈ കലക്കി വെച്ചേക്കണ മാവിൽ മുക്കിയിട്ട് നമുക്ക് ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായി കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പാനിൽ ഓയിൽ ഒഴിക്കുക. പിന്നെ ഓയിൽ എപ്പോഴും വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ നല്ലത്. നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതിനുശേഷം നമ്മൾ പഴം ഓരോ പീസ് അതിലിട്ടിട്ട് നമ്മൾ ഒരു സൈഡ് മൊരിഞ്ഞൊന്ന് കണ്ടാൽ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി മൊരിച്ചിട്ടിട്ട് നമ്മൾ എടുക്കുക. പിന്നെ വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം പഴവും ഒരു ട്രിപ്പിലിട്ടിട്ട് പൊരിക്കാൻ പറ്റും. ഇതിപ്പോൾ അത്ര വലിയ പാനല്ല, അതുകൊണ്ട് ഇപ്പോൾ ഒരു 4 പീസൊക്കെ കൊള്ളണുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 4 പീസ് പൊരിച്ച് കോരിയതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ നമുക്ക് ഓയിലൊന്നും മാറ്റി കൊടുക്കണ്ട. ഇത് ഓയിലിലേക്കൊന്നും അങ്ങനെ മാവൊന്നും പിടിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക. ഇത് സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രുചിയാണുള്ളത്. ഇത് ശർക്കരയും പിന്നെ അതേപോലെ നല്ല പഴുത്ത പഴവും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.